ഒരു റോങ് പേഴ്സണെ വിവാഹം കഴിക്കേണ്ടി വരുന്നതിലും വലിയ ദുരന്തമൊന്നുമില്ല. അതൊരു പക്ഷെ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ വ്യക്തമായ ബൗണ്ടറീസ് ആ വ്യക്തിക്ക് നൽകാത്തത് കൊണ്ട് സംഭവിച്ചതാകാം. ഒരുപാട് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ നഷ്ടമാക്കിക്കൊണ്ടിരുന്നത് കൊണ്ടുമാകാം. ഒന്നാമത്തെ ഒരു കാര്യം, സ്വന്തം സ്വപ്നങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഒരു ജീവിതത്തിൽ എത്തിയപ്പോൾ ആദ്യമേ തന്നെ അത് ഒഴിവാക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ കാട്ടിക്കൊടുത്തിട്ടുണ്ടാകാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, രാപകലില്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടി സേവ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പുതിയ ജീവിതത്തെ സ്വീകരിച്ചിട്ടുണ്ടാകാം. അതും അവിടെ നിന്ന് യാതൊരു വിധത്തിലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്നുള്ള തരത്തില്. മൂന്നാമത്തെ ഒരു കാര്യം, ഒരു വ്യക്തി നിങ്ങളെ സദാ ഡിസ്റെസ്പെക്ട് ചെയ്യുകയും നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുകയും നെഗറ്റീവ് ഫീഡ്ബാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിലൊക്കെ ഓക്കെയാണ്, എനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അമിത വിനയവും അമിതമായിട്ടുള്ള ഒരു ക്ഷമയും ഒക്കെ ആ വ്യക്തിക്ക് നൽകിയിട്ടുണ്ടാകാം. പിന്നെയോ, നിങ്ങൾ മെന്റൽ ഹെൽത്ത് ഒട്ടും പ്രയോറിറ്റൈസ് ചെയ്യാതെ വല്ലാതെ സഫർ ചെയ്തിട്ടും ഇതൊരു ജീവിതമല്ലേ, ഇതിൽ ഞാൻ ഒതുങ്ങിക്കോളാമെന്ന് സ്വന്തം നിലവാരത്തെ താഴ്ത്തി ചിന്തിച്ചത് കൊണ്ടാകാം. ഒറ്റപ്പെടൽ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ, കോൺഫിഡൻസ് കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഇത് ജീവിതത്തിന്റെ മറ്റൊരു മുഖച്ഛായയാണ് എന്ന് സ്വയം നിർണയിച്ചിട്ടുണ്ടാകാം. ഒരു റോങ് പേഴ്സണെ വിവാഹം കഴിക്കുന്നത് ദുരന്തമാണെങ്കിലും സ്വയം സ്നേഹിക്കാതിരിക്കുന്നത്, തിരിച്ചറിയാതിരിക്കുന്നത്, ബൗണ്ടറീസ് നമ്മൾ പറയാണ്ടിരിക്കുന്നത് വലിയ